അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അബ്നിയത്തുൽ മസ്വാദിർ എന്ന ബാബാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റു ചില മസ്തറുകളുടെ സീഗകളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فعلالون وفعلالات لفعلالا وجعل ما قيسا ثانيا لا أولا لفعل الفعال والمفعلا وغير ما مر السماع عدلا. ഈ രണ്ട് ബൈത്തുകൾ അതിൻ്റെ ഷർഹുകളിലായിട്ട് നമ്മൾ പറയുന്നത് ഫഅലല എന്ന വസനിലുള്ള ഫിഇലിൻ്റെ മസ്തർ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഫഅല എന്ന വസനിലുള്ള ഫിഇലിൻ്റെ മസ്തർ എങ്ങനെയായിരിക്കും. വളരെ എളുപ്പത്തിൽ പറയാം. ഫിഅലാല് അല്ലെങ്കിൽ ഫഅലലത്ത്, ഫിഅലാല് അല്ലെങ്കിൽ ഫഅലലത്ത് എന്നായിരിക്കും ഫഅലല വസനിൻ്റെ മസ്തർ. ഓക്കെ, മനസ്സിലായല്ലോ. അതിൽ രണ്ടാമത്തത് ഖിയാസാണ്, ഒന്നാമത്തതല്ല. അഥവാ രണ്ടാമത്തത് ഏതാ? ഫഅലലത്ത് എന്നാണ്. അഥവാ ഫഅലല എന്ന വസനിൻ്റെ മസ്തർ ഫഅലലത്ത് എന്നുള്ളതാണ് എന്നാണ് ഖിയാസ്. മറ്റേത് സമാ ആണ്. ഒന്നാമത്തത് ഏത്? ഫിഅലാല് എന്നുള്ളത്. കാര്യം മനസ്സിലായല്ലോ. അതാണ് ആദ്യം പറയുന്നത്. നമുക്കതിൻ്റെ ഷർഹ് നോക്കാം. യഅ്തി മസ്തറു ഫഅലല അല ഫിഅലാലിൻ, അതുപോലെ തന്നെ വഅല ഫഅലലത്തിൻ. ഫിഅലാല് എന്ന വസനിലും വരാം, ഫഅലലത്ത് എന്ന വസനിലും വരാം. ഉദാഹരണം ദഹ്റജ ദിഹ്റാജ, സർഹഫ സിർഹാഫ, അങ്ങനെ വരാം. അതേപോലെ തന്നെ ഫഅലലത്ത് എന്ന വസനിലെ ഉദാഹരണം പറയാൻ പറ്റും. ദഹ്റജ ദഹ്റജതൻ, ബഹ്റജ ബഹ്റജതൻ, സർഹഫ സർഹഫതൻ. ഇതാണ് ഖിയാസ്. ഈ വസനിലുള്ളതാണ് ഖിയാസ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ നിയമവിധേയമായത്. ഓക്കെ, ഒന്നാമത്തത് ഖിയാസ് അല്ല, സമാ ആണ്. കേട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം തീർന്നു. അടുത്തത് ലിഫഅലൽ ഫിആലു വൽ മുഫഅല. ഫഅലയുടെ മസ്തർ ഫിആൽ എന്ന് വരാം, മുഫഅല എന്ന് വരാം. വഗൈറു മാ മറ, ഇവ രണ്ടുമല്ലാത്തത് അസ്സമാഉ ആദല, അതിനോട് സമ ആണ് ചേർന്ന് വന്നിട്ടുള്ളത്. അഥവാ ഈ രണ്ടുമാണ് ഖിയാസ്. ഇതല്ലാത്തത് എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സമ ആണ്. മനസ്സിലായില്ല? ഫഅലല എന്ന വസനിൻ്റെ ഖിയാസായ മസ്തർ ഫഅലലത്തല്ലേ, ഫിഅലാൽ എന്നുള്ളത് സമ അല്ലേ? അതേപോലെ ഫഅല എന്ന വസനിലുള്ള ഫിഅലിൻ്റെ ഖിയാസായ മസ്തർ ഫിആൽ മുഫഅലയാണ്. മറ്റുള്ളതെല്ലാം സമ ആണ്. കുല്ലു ഫിഅലിൻ അലാ വസ്നി ഫഅല. ഫഅല എന്ന വസനിലുള്ള ഫിഅലുകൾ മസ്തറുഹു ഫിആൽ മുഫഅല എന്നിവയായിരിക്കും. ളാറബ ളിറാബൻ മുളാറബ, ഖാതല ഖിതാലൻ വ മുഖാതല, ഖാസമ ഖിസാമ വ മുഖാസമ. അപ്പോൾ ഗൈറു മാ മറ എന്നുള്ളത് കൊണ്ടുള്ള സൂചന അന്ന മാ വറദ മിൻ മസാദിരി ഗൈരി സുലാസി അലാ ഖിലാഫി മാ മറ യുഹ്ഫദ് വലാ യുഖാസു അലൈഹി. ഈ പറഞ്ഞതല്ലാത്ത രൂപത്തിൽ ഏതെങ്കിലും മസ്തറുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഖിയാസല്ല, മറിച്ച് സമാ ആണ്. യുഹ്ഫദ് എന്ന് വെച്ചാൽ അഥവാ ആദല എന്നവിടെ പറഞ്ഞു. അഥവാ കാന സമാ ഉലഹു അദീല, അതിനോട് സമ ആണ് ചേരുക എന്നർത്ഥം. ഓക്കെ, ഫലാ യുഖ്ദമു അലൈഹി ഇല്ലാ ബിസബത്തിൻ, എന്തെങ്കിലും ഒരു ഉറപ്പില്ലാതെ അതിൻ്റെ മേൽ നമ്മൾ പോവരുത്. അങ്ങനത്തെ നമ്മൾ കേട്ടിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് മസ്തറായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഫായലിൻ്റെ മാത്രമല്ല കേട്ടോ, ഫായലിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഫഅലയുടെ ഇതായിട്ട് തഫ്ഇലത്താണ് വരേണ്ടത് അല്ലേ? തഫ്ഇലത്ത് ഫഅല, മുഅത്തല്ലായ ഫഅലയുടെ മസ്തർ തഫ്ഇലത്താണ് വരേണ്ടത്. പക്ഷെ തഫ്ഈൽ വന്നിട്ടുണ്ട്. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ബാത്ത തുനസി ദൽവഹ തൻസിയ എന്നുള്ളത് ശരിക്കും തൻസിയത്ത് എന്നാണ് വരേണ്ടത് അല്ലേ? വൽ ഖിയാസ് തൻസിയത്ത് എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ഹൗക്കല എന്ന വസ്ന് അത് ഫഅലലയാണ് അല്ലേ? അതിൻ്റെത് ഹീഖാല എന്ന് പറയുന്നത് ശരിക്കും ഹൗക്കലത്താണ് വരേണ്ടത്. അതുപോലെ തന്നെ ദഹ്റജത്തിൻ്റെ ദഹ്റജത്ത് എന്നാണ് അല്ലേ? അങ്ങനെയൊക്കെ ഒരുപാട്. അത് നമ്മൾ കേട്ടാൽ ഒന്ന് ഖിയാസും മറ്റേതൊന്നും സമാവായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ഹൗക്കലയുടെ ഹീക്കാലായിട്ട് വന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ ചിലയിടത്ത് കാണാം തഫഅല വസിൻ്റെ തിഫിആല എന്ന് കാണാം, തമല്ലഖിൻ്റെ തിമില്ലാക്ക എന്ന് കാണാം അല്ലേ? ശരിക്കും ഖിയാസ് എന്താണ്? തഫഉല്, അതേപോലെ തമല്ലുഖ് എന്നാണ് വരേണ്ടത്. പക്ഷേ സമ ആയിട്ട് തിമില്ലാക്ക് എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് തഫഅലയുടെയും ഫാഅലയുടെയുമാണെങ്കിലും
അതിൻ്റെ മുത്തരിതായ അതിൻ്റെ ഖിയാസായ മസ്തറുകൾ നമ്മൾ പറഞ്ഞു. അതല്ലാത്ത എല്ലാം സമ ആയിട്ട് മാത്രം മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു ഉറപ്പില്ലാതെ നമുക്കതേക്കുറിച്ച് മസ്തറാണ് എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല തമല്ലക്കൻ്റെ എവിടെയെങ്കിലും അല്ലെങ്കിൽ അല്ലേ തമല്ലക്ക എന്നുള്ളതിൻ്റെ തിമില്ലാക്ക് എന്ന് കേട്ടു എന്ന് കരുതി അതേ വസനുള്ള ഒന്നിൻ്റെ തിഫിആൽ എന്ന വസനാക്കാനൊന്നും പറ്റില്ല. അതാണ് സമാഇൻ്റെ പ്രശ്നം. സമാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ അത് ബാധിക്കുക. ഇപ്പോൾ ഖിയാസ് ആണെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ അതേ വസനുള്ള മറ്റൊന്നിനും കൂടി നമുക്ക് അതേപോലെ ആക്കാൻ പറ്റും. അതാണ് ഖിയാസിൻ്റെ ഗുണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.